ദൈവവചന ചിന്തകൾ കേൾക്കുന്ന എല്ലാ മാന്യ ശ്രോതാക്കൾക്കും ഒരിക്കൽ കൂടി ക്രിസ്തീയ വന്ദനം അറിയിക്കുകയാണ്. തെസ്സലോനിക്കർ എഴുതിയ 2-ാം ലേഖനം 3-ാം അധ്യായം 14-ാം വാക്യം നാം വായിക്കുമ്പോൾ, ഈ ലേഖനത്തിലുള്ള ഞങ്ങളുടെ വാക്ക് അനുസരിക്കാത്തവൻ നാണിക്കേണ്ടതിന് അവനോടുള്ള സംസർഗം വിട്ട് അവനെ വേർതിരിപ്പീൻ എന്നുള്ള വാക്കാണ്. നിങ്ങൾ മറ്റുള്ളവരെ പ്രബോധിപ്പിക്കേണ്ടതിന് എന്താണ് എന്ന് പറഞ്ഞാൽ, നിങ്ങൾ മത്സരികളോട് സംസർഗം അരുത് എന്ന് പ്രബോധിപ്പിക്കണം എന്നുള്ള പ്രസ്താവന ഈ വാക്യത്തിലുണ്ട്. അപ്പോസ്തലനായ പൗലോസ് ദൈവാത്മപ്രീതനായി എഴുതിയ ലേഖനങ്ങളോട് പൂർണ്ണമായി മത്സരിച്ച് നിൽക്കുന്ന ജനത്തെ നോക്കി പറയുകയാണ്, നിങ്ങൾ അവരോട് സംസർഗം അരുത്, അവരെ വിട്ട് നിങ്ങൾ അകലേണം എന്നുള്ള പദമാണ്. മോശയോട് മത്സരിക്കുന്ന കോരകനെയും കൂട്ടുകാരെക്കുറിച്ച് തിരുവചനം ഓർമ്മപ്പെടുത്തുന്നത്, ആ ജനത്തോട് പറഞ്ഞു, മത്സരത്തോടുകൂടെ നിൽക്കുന്ന നിങ്ങൾ മാനസാന്തരത്തോടെ മടങ്ങി വരേണ്ടതിനുണ്ട്, അല്ലെങ്കിൽ ദൈവത്തിൻ്റെ കരം നിങ്ങൾക്ക് പ്രതികൂലമാകും എന്നുള്ള പദം തന്നെയാണ്. കോരകൻ്റെ അരികിലേക്ക് ജനത്തോട് മാറുവാൻ ആവശ്യപ്പെട്ടുവെങ്കിലും ഒരു കൂട്ടം ആളുകൾ കോരകനോട് ചേർന്ന് നിന്നുകൊണ്ട് മത്സരിയായ കോരകനെ ഭൂമി വായ് പിളർന്നു ദഹിപ്പിച്ച് കളഞ്ഞു, അഥവാ വിഴുങ്ങിക്കളഞ്ഞു എന്ന് ഓർമ്മപ്പെടുത്തുന്നു. മിസ്രൈമിൽ നിന്ന് യാത്ര തിരിച്ചിരിക്കുന്ന ഇസ്രായേൽ ജനം രഫീദീമിലെത്തിയ ചരിത്രമാണ് പുറപ്പാട് പുസ്തകം 17-ാം അധ്യായത്തിൽ കാണുന്നത്. ദൈവത്തിൻ്റെ ശബ്ദം കേട്ട് ഇറങ്ങിത്തിരിക്കുകയും വാഗ്ദത്ത നാട്ടിലേക്ക് യാത്ര ചെയ്യുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന ഇസ്രായേൽ ജനത്തെ വഴിയിൽ അമാലിയേക്ക് തടയുവാൻ ഇടയായി. മുൻപോട്ട് പോകുവാൻ അനുവദിക്കുകയില്ലെന്ന് പറഞ്ഞ് അവരോട് മത്സരിക്കുകയും കോട്ട കെട്ടി മുറുക്കി വെച്ചിരുന്നപ്പോൾ യോശുവയും കൂട്ടരും യുദ്ധത്തിന് സന്മനസ് കാണിക്കുകയും മോശ കുന്നിന്മേൽ കയറി നിന്നുകൊണ്ട് സന്ധ്യ വരെ കരം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ദൈവത്തിൻ്റെ സന്നിധിയിൽ പ്രാർത്ഥിക്കുകയും ചെയ്തു. ഇസ്രായേൽ ജനത്തോട് മത്സരിച്ചുകൊണ്ട് നിൽക്കുന്ന അമാലേക്കിനെയും പരാജയപ്പെടുത്തിയ ഇസ്രായേൽ മക്കൾക്ക് ശ്രേഷ്ഠമേറിയ വിജയം ദൈവം നൽകുവാനിടയായി. എന്നാൽ അതിൻ്റെ താഴോട്ടുള്ള അധ്യായത്തിൽ വായിക്കുന്നത്, എൻ്റെ പ്രവൃത്തിയോട് മത്സരിച്ച് ഞാൻ വാഗ്ദത്ത നാട്ടിലേക്ക് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്ന ഇസ്രായേൽ ജനത്തിൻ്റെ വഴിയിൽ തടഞ്ഞ അമാലേക്കിൻ്റെ പേര് ഭൂമിയിൽ നിന്ന് ഞാൻ തുടച്ചു കളയും, മായ്ച്ചു കളയും എന്ന് ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട്. 18-ാം സങ്കീർത്തനത്തിൻ്റെ 25-ാം വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു, ദയാലുവോട് നീ ദയാലുവാകുന്നു, നിഷ്കളങ്കനോട് നീ നിഷ്കളങ്കൻ, നിർമ്മലനോട് നീ നിർമ്മലനാകുന്നു, വക്രനോട് നീ വക്രത കാണിക്കുന്നു. എളിയ ജനത്തെ നീ രക്ഷിക്കും, നിഗളിച്ച് നടക്കുന്നവരെ നീ താഴ്ത്തും. ഇവിടെ 2 പ്രയോഗങ്ങളാണ്. വക്രനോ നീ വക്രത കാണിക്കുന്നു, 2 പ്രയോഗങ്ങൾ ഇവിടെയുണ്ട്. അത് വളരെ പരാജയത്തിനും കാരണമാക്കി മനസ്സിലാക്കിക്കൊണ്ട് നമ്മൾ മുന്നോട്ട് പോകണം. മത്സരം വിട്ടുകൊണ്ട് ലേഖനങ്ങളെ അനുസരിക്കുന്നവരായി, ദൈവത്തെ അനുസരിക്കുന്നവരായി, ദൈവത്തിൻ്റെ പദ്ധതികളെ അനുസരിക്കുന്നവരായി, ദൈവത്തിൻ്റെയും വഴികളെ അനുസരിക്കുന്നവരായി തീരണം ഈ ദൈവവചനങ്ങളെല്ലാം ഓർമ്മപ്പെടുത്തുന്നത്. ആകയാൽ എന്നെ കേൾക്കുന്ന എൻ്റെ പ്രിയപ്പെട്ടവരെ, നമുക്ക് ദൈവത്തെയും ദൈവത്തിൻ്റെ പ്രമാണങ്ങളെയും ദൈവത്തിൻ്റെ വഴികളെയും അനുസരിക്കുന്നവരായി തീരണം. നിങ്ങൾ ദൈവത്തെയും ദൈവത്തിൻ്റെ വഴികളെയും അനുസരിച്ചുകൊണ്ട് തീരണം. മത്സരിച്ചുകൊണ്ട് മുന്നോട്ട് പോകുവാൻ ഇടവരരുത്. ദൈവം നമ്മളെ എല്ലാവരെയും സഹായിക്കട്ടെ. കരുണയുള്ള സ്വർഗ്ഗസ്ഥ പിതാവേ, ഞങ്ങൾ അങ്ങയോട് മത്സരിക്കുന്നവരായിട്ടല്ല, അങ്ങയുടെ വചനത്തെയും ഒക്കെ അനുസരിക്കുന്നവരായി തീരുവാൻ ദൈവം ഞങ്ങളെ പ്രാപ്തരാക്കണമേ. ഞങ്ങൾ മുന്നോട്ടുള്ള യാത്രയിലും ദൈവത്തെ മാത്രം മുൻനിർത്തിക്കൊണ്ട് പോകുവാനും എല്ലാ കാര്യങ്ങളും ദൈവമായിട്ട് സംസാരിക്കുവാനും പ്രാർത്ഥിക്കുവാനും അനുസരിക്കുന്ന മക്കളായി തീരുവാനും ഈ ദൈവവചനം കേട്ട എല്ലാവരെയും ദൈവം സഹായിക്കണമേ, അത്ഭുതം ചെയ്യണമേ. യേശു കർത്താവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ.